ആദിമ നൂറ്റാണ്ടിൽ ജാതികളിൽ നിന്ന് വലിയൊരു കൂട്ടം വിശ്വാസത്തിന് വന്നതുപോലെ യഹൂദ സമുദായത്തിൽ നിന്നും യഹൂദന്മാർ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. യെരുശലേമിലും യഹൂദിയ ദേശത്തൊക്കെയും വലിയ ഉണർവുണ്ടായി. അവിടെ പാർത്തിരുന്ന യഹൂദന്മാരാ. പുരോഹിതന്മാരിലും വലിയൊരു ഗണം വിശ്വാസത്തിന് അധീനരായി എന്ന് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. യെരുശലേം ദേവാലയത്തെ ശുശ്രൂഷ ചെയ്തിരുന്ന പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം ആളുകൾ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ച പുതിയ നിയമ സഭയുടെ ആളുകളുടെ എണ്ണം ആദ്യ ദിവസം തന്നെ 3000-ഓളം പേർ സ്നാനമേറ്റ്. അടുത്ത ദിവസമായപ്പോൾ പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. യെരുശലേമിനെ അവരുടെ ഉപദേശം കൊണ്ട് നിറച്ചങ്ങനെ വലിയ ഉണർവ്, വലിയ ശക്തിയുള്ള പ്രവർത്തനമുണ്ടായി. നിലനിൽക്കുമ്പോൾ 30 വർഷം ഏകദേശമായപ്പോൾ അതിനകത്ത് ഒരു താഴ്ചയുണ്ടായി. താഴ്ച യഹൂദപക്ഷത്തുള്ള ആളുകൾ വാദിച്ചു, പരിച്ഛേദന ഏറ്റ ആദ്യം യഹൂദന്മാരായാലേ അവർക്ക് വിശ്വാസികളാകാനൊക്കത്തുള്ളൂ. യഹൂദന്മാർക്ക് വേണ്ടിയാണ് ക്രിസ്തു വന്നത്. ആദ്യം നീ യഹൂദനാകുക, പിന്നെ ക്രിസ്ത്യാനിയാകുക. അങ്ങനെ ഈ പരീക്ഷപക്ഷത്തുള്ള ആളുകൾ എഴുന്നേറ്റു. അവർ ശക്തിയോടെ അവിടെ വിഘടനമുണ്ടാക്കി. എന്ന് മാത്രമല്ല 30 വർഷമായപ്പോഴേക്കും 35 വർഷമായപ്പോഴേക്കും തീഷ്ണത കുറഞ്ഞു. ആത്മീയത്തിൻ്റെ തീഷ്ണത കുറഞ്ഞു. ആത്മീയ ഒരു ഉണർവിനോട് ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. ഉണർവ് നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു തീഷ്ണതയാണ്, അകത്തുണ്ടാകുന്ന ഒരു ജ്വാലയാണ്. അത് ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ ശക്തിയോടെ ജ്വലിക്കും. കുറഞ്ഞു വന്നൊരു സമയം അവർക്ക് പരിചയമുള്ള പല കാര്യമുണ്ട്. അവർക്ക് പരിചയമുള്ള കാര്യമാണ് പിതാക്കന്മാർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്. അവർക്ക് പ്രവാചകന്മാരുണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. അവർക്ക് ദൈവാലയം അവിടെ നിൽപ്പുണ്ട്. യെരുശലേമിൽ ഹെരോദാ രാജാവ് പണികഴിപ്പിച്ച ദൈവാലയം 46 കൊല്ലം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. മനോഹരമായി ദൈവാലയം അക്കാലത്ത് ഏറ്റവും മഹത്വമുണ്ടായിരുന്ന, കാണാൻ ഭംഗിയുള്ള സുന്ദരമായിരുന്ന ദൈവാലയം സ്വർണ്ണപ്പണികളായിരുന്നു. മഹാപുരോഹിതന്മാരുണ്ട്. ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ. ലേവ്യ പൗരോഹിത്യ നിയമം അനുസരിച്ച്, പഴയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച് ഒരു സമയത്ത് ഒറ്റ മഹാപുരോഹിതൻ. പക്ഷേ യേശുവിൻ്റെ കാലം വന്നപ്പോൾ മഹാപുരോഹിതനും അയാളുടെ മരുമകനും മഹാപുരോഹിതനും, അങ്ങനെ 2 മഹാപുരോഹിതന്മാർ ഒരേ സമയം. ആത്മീയത്തിൻ്റെ താഴ്ച ഉണ്ടാകുമ്പോൾ, ആത്മീയത്തിൻ്റെ തീഷ്ണത കുറയുമ്പോൾ, ആത്മീയത്തിൻ്റെ പിന്മാറ്റമുണ്ടാകുമ്പോൾ സ്ഥാനമോഹികൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വരും. അപ്പോൾ ഒരാളെന്ന് പറഞ്ഞ് നിർത്താനൊക്കത്തില്ല. ഒന്നെന്നുള്ളത് 2ആയി. അവരവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേക വസ്ത്രമുണ്ട്, അലങ്കാരത്തിൻ്റെ വസ്ത്രമുണ്ട്, ആഡംബരത്തിൻ്റെ വസ്ത്രമുണ്ട്, അവരുടെ കർമ്മങ്ങളുണ്ട്, അവർ ചെയ്യേണ്ട ആചാരങ്ങളുണ്ട്. അവരവിടെ സജീവരായി പ്രവർത്തിക്കുന്നു. യെരുശലേം ദേവാലയത്തിന് ചുറ്റും പാർക്കുന്ന ഭക്തിയുള്ള യഹൂദ പുരുഷാരത്തുന്ന വിശ്വാസത്തിൽ വന്നവർ പതുക്കെ പഴയ ആചാരങ്ങളിലേക്ക്, പഴയ പെരുന്നാളുകളിലേക്ക്, പഴയ പൗരോഹിത്യത്തിലേക്ക്, പഴയ ദൈവാലയത്തിലേക്ക് തിരിഞ്ഞ് നോക്കാൻ തുടങ്ങി. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗമനുസരിച്ച് എഴുതിയതാണ് എബ്രായ ലേഖനം. അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അതിനകത്ത് ദൈവിക പ്രമാണമാണത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ പണ്ട് കാലത്ത് ദൈവം പ്രവാചകന്മാരിലൂടെയാണ് സംസാരിച്ച. പക്ഷേ അത് ഭാഗവും വിവിധവുമായിരുന്നു. ഒരു പ്രവാചകനും സമ്പൂർണ്ണ വെളിപ്പാട് കിട്ടിയില്ല. യെശയ്യാവ് ഒരു ഭാഗം പറഞ്ഞു, യിരെമ്യാവ് വേറെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമകാലം വന്നപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാട് കിട്ടി. യേശുക്രിസ്തുവിൽ കൂടെയുള്ള വെളിപ്പാടല്ലാതെ അതിനപ്പുറത്ത് ഒരു വെളിപ്പാട് പഴയ നിയമ പ്രവാചകന്മാരിൽ ആർക്കും തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പിതാക്കന്മാരെക്കാൾ ഇവൻ വലിയവനാണ്. കാരണം പ്രവാചകന്മാർ പറഞ്ഞത് ഈ വരുന്നതിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ദൈവിക പ്രവർത്തനത്തിൽ എപ്പോഴും ദൈവദൂതന്മാരുണ്ട്. അസാധാരണമായൊരു കാര്യമാണ്, അത്ഭുതകരമായൊരു കാര്യമാണ്. മനുഷ്യരിൽപ്പെടാത്ത ദൈവദൂതഗണങ്ങളിൽപ്പെട്ടവർ പ്രത്യക്ഷരാകുന്നു. ദൈവദൂതന്മാർ വന്ന അരുളപ്പാടുകൾക്ക് ദൈവദൂതന്മാർ വന്ന് ദൈവത്തിൻ്റെ ദൂതറിയിക്കുന്നു. എന്നാൽ 1-ാം അധ്യായത്തിൽ എഴുതി യേശുക്രിസ്തു സകല ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാ. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ ദൂതന്മാർ മുഴുവൻ അവൻ്റെ മുമ്പിൽ വീണ് കിടന്ന് നമസ്കരിക്കാൻ പിതാവായി ദൈവം കൽപ്പിച്ചിരിക്കുക.
യേശു ക്രിസ്തു ആരാണ്? അവൻ സകലത്തിൻ്റെ അവകാശിയാണ്. സകലവും അവൻ്റെ ശക്തിയുള്ള വായനത്താൽ വഹിക്കുന്നവനാ. അവൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയാ, ദൈവതത്വത്തിൻ്റെ മുദ്രയാണ്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാ. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്നവനാ. ദൂതന്മാരോ രക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ വേണ്ടിയുള്ള സെർവൻസാണ്, ഭൃത്യന്മാരാണ് ദൂതന്മാർ. ദൂതന്മാരുമായിട്ട് യേശുവിനെ താരതമ്യം ചെയ്യേണ്ട. യേശു ദൈവപുത്രനാണ്. രണ്ടാമത്തെ ആഴ്ച വന്നാൽ പറയുകയാണ്, ഇത്ര വലിയ രക്ഷ, യേശു ക്രിസ്തുക്കുള്ള ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പഴയ നിയമത്തിലേക്ക്, ആചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്, പെരുന്നാളുകളിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് പോകരുത്. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റിയൊഴിയാൻ കഴിയത്തില്ല. അതിനുശേഷം പറയുകയാണ്, സകലവും ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നവനായി യേശു ഭൂമിയിലേക്ക് ദൈവപുത്രൻ വന്നപ്പോൾ ദൂതന്മാരുടെ പ്രകൃതിയിലല്ല വന്ന. ദൂതന്മാർക്ക് മരിക്കാൻ കഴിയില്ല. മരിക്കാൻ വന്ന ക്രിസ്തു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് വന്നത്. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച എടുത്ത യേശു ക്രിസ്തു വന്നപ്പോൾ അവനെ മരിച്ചവരും ദൈവം ഉയർപ്പിച്ചോ സകലവും അവൻ്റെ കാലിൻ്റെ കീഴെ ആക്കി വെച്ചു കൊടുത്തു. എന്നാൽ സകലവും അവൻ്റെ കാലിൻ്റെ കീഴെ ഇരിക്കുന്നതായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, സകലവും അവൻ്റെ കാലിൻ്റെ കീഴിലാണ് തത്വത്തിൽ. പക്ഷെ അങ്ങനെ കാണുന്നില്ല. ഈ വലിയ വെള്ളപ്പൊക്കം വന്നല്ലേ, യേശുവിൻ്റെ കാലിൻ്റെ കീഴിൽ അല്ലായിരുന്നോ എന്ന് ചോദിക്കാം. കാലിൻ്റെ കീഴിലല്ല ആയിരുന്നോ എന്ന് നമ്മൾ കാണുന്നില്ല. ആയിരുന്നെങ്കിൽ വെള്ളപ്പൊക്കം വരത്തില്ല, ഇത്ര ആൾക്ക് നാശം ഉണ്ടാകത്തില്ല. അപ്പോൾ സകലവും അവൻ്റെ കാലിൻ്റെ കീഴിലാക്കിയിരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കാണുന്നുണ്ട്, തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായ യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ വെള്ളപ്പൊക്കം കാണാം, അവിടെ നോക്കുമ്പോൾ തേജസ്സും ബഹുമാനം അണിഞ്ഞ യേശുവിനെ കാണാം. ഇവിടെ നോക്കുമ്പോൾ സാഹചര്യങ്ങൾ കാണാം, പ്രതികൂല സാഹചര്യങ്ങൾ കാണാം, താഴ്ചകൾ കാണാം, അനർത്ഥങ്ങൾ കാണാം. എന്നാൽ ഞാൻ കാണുന്നതല്ല, തേജസ്സും ബഹുമാനം അണിഞ്ഞ യേശുവിനെ ഞാൻ കാണുന്നു. എന്ന് മാത്രമല്ല, അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ അവൻ നീക്കി. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. അവൻ്റെ കാലിൻ്റെ കീഴിൽ ദുഷ്ട പിശാചിനെ അവൻ ചവിട്ടി മെതിച്ചു. സ്ത്രീയുടെ സന്തതി വന്ന് സർപ്പത്തിൻ്റെ തലയെ തകർത്തു. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മളോട് സഹതാപം കാണിപ്പാൻ അവന് കഴിയും. കാരണം നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടതകളും ഭൂമിയിൽ വന്നവൻ അനുഭവിച്ചവനാ, നമ്മളെക്കാൾ കൂടുതൽ അനുഭവിച്ചവനാ. വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവനറിയാം, അവന് വിശന്നിട്ട് വഴി നിൽക്കുന്ന മരത്തിൽ ഒരു പഴം കാണുമെന്ന് വിചാരിച്ച് പോയി നോക്കിയവനാ. അവൻ ദാഹിക്കെന്ന് പറഞ്ഞാൽ അവനറിയാം, ക്രൂശിൽ കിടന്ന് ഉറക്കം നിലവിളിച്ചെനിക്ക് ദാഹിക്കുന്ന കയ്പ് കലക്കിയ കാടിയാണ് അവനെ കുടിപ്പാൻ കൊടുത്തത്. രുചി നോക്കിയാൽ അവനെ കുടിപ്പാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനറിയാം, വീടില്ലെന്ന് പറഞ്ഞാൽ അവനറിയാം അവന് വീടില്ലായിരുന്നു. അവന് പടകില്ലെന്ന് പറഞ്ഞാൽ അവനറിയാം അവന് പടകില്ലായിരുന്നു. അന്ന് യാത്ര ചെയ്യാനുള്ളൊരു വാഹനമാണ് കഴുത. ഒരു കഴുതി അവനില്ലായിരുന്നു. ഒന്നുമില്ലാതെ തലചായ്പാൻ ഇടമില്ലാതെ ഭൂമിയിൽ 31.5 വർഷം അലഞ്ഞു നടന്ന യേശുവിന് നിൻ്റെ സകല കഷ്ടതയും മനസ്സിലാകും. നിൻ്റെ കണ്ണുനീരിൻ്റെ ഭാഷ അവന് മനസ്സിലാകും. നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അവന് മനസ്സിലാകും. നീ ഒറ്റപ്പെടുന്നത് എങ്ങനെയാണെന്ന് അവന് മനസ്സിലാകും. നിന്റെ മനസ്സ് ദുഃഖം കൊണ്ട് നിറയുന്ന എന്താണെന്ന് അവന് മനസ്സിലാകും. മറ്റുള്ളവർ നിന്നെ പഴിക്കുമ്പോൾ, മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുമ്പോൾ യേശുവിനത് മനസ്സിലാകും. കാരണം നമ്മളെപ്പോലെ തന്നെ അവൻ പരീക്ഷണം സഹിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുത്തുകാരൻ സൂചിപ്പിക്കുകയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ദൈവജനത്തെ വിളിക്കുകയാണ്, വായനക്കാരെ വിളിക്കുകയാണ്, പുതിയ നിയമസഭയിലെ വിശ്വാസികളെ വിളിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് വിളിച്ചാൽ മതി. പക്ഷേ അങ്ങനല്ല വിളിച്ചത്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകൽപ്പെട്ടവൻ അവൻ വിശുദ്ധനാ.
നിൻ്റെ അടുത്തിരിക്കുന്ന ആൾ വിശുദ്ധ സഹോദരനാണ്, നിൻ്റെ അടുത്തിരിക്കുന്ന സഹോദരി വിശുദ്ധ സഹോദരിയാണ്. അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ടല്ല, അവരെ കഴുകിയ രക്തത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അവരെ കഴുകിയ രക്തത്തിൻ്റെ ശക്തി അവരെ നീതീകരിച്ചു, അവരെ വിശുദ്ധീകരിച്ചു. അവരുടെ മുഴുവൻ കറകളും കഴുകിക്കളഞ്ഞു, എല്ലാ കളങ്ങളും മാറ്റിക്കളഞ്ഞു. വിശുദ്ധ സഹോദരന്മാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. യേശുവിന് 2 അഡ്ജക്റ്റീവ്സോടെ പ്രതിക വിശേഷണങ്ങൾ. ഒന്ന്, അവൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട അപ്പോസ്തലൻ. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. പണ്ട് കാലത്ത് രാജാക്കന്മാർ സന്ദേശവുമായിട്ട് രാജദൂതന്മാരെ മറ്റൊരു രാജാവിൻ്റെ അടുക്കലേക്ക് അയക്കും, അല്ല പ്രജകളുടെ അടുക്കൽ അയക്കും. അവർക്ക് പറയുന്ന വാക്കാണ് അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ. കൊട്ടാരത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാ, രാജാവ് അയച്ചവനാ. ഇവൻ ആരയച്ചവനാ? സ്വർഗത്തിലെ ദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, മഹാദൈവം, യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ അവനെ മനുഷ്യരുടെ അടുക്കലേക്ക് അയച്ചു. ദൈവത്താൽ അയക്കപ്പെട്ട അപ്പോസ്തലൻ, സാക്ഷാൽ അപ്പോസ്തലൻ. അപ്പോസ്തല സ്ഥാനത്തിനു വേണ്ടിയാണ് ഇന്ന് കോടതികളിൽ വ്യവഹാരങ്ങൾ നടക്കുന്നത്. സിംഹാസനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ അവരിരുന്ന സഭാ നേതാക്കന്മാരുന്ന കസേരകൾ സിംഹാസനങ്ങളായിട്ട് സങ്കല്പിക്കുകയാണ്. അതിൽ പത്രോസിൻ്റെ സിംഹാസനം, തോമാസ് ശ്ലീഹായുടെ സിംഹാസനം, സിംഹാസനങ്ങളാണ്. അന്ന് നാട്ടുകാർ ഇട്ട് ഓടിച്ച് തല്ലിക്കൊന്ന, കല്ലെറിഞ്ഞ് കൊന്ന അവർക്കെവിടാ സിംഹാസനം? അന്ന് പട്ടിണി കിടന്ന അവർക്കെവിടാ സിംഹാസനം? മനുഷ്യരെ മുഴുവൻ ശത്രുക്കളായി തീർന്ന അവർക്കെവിടാ സിംഹാസനം? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, അവനെവിടാ സിംഹാസനം? അവൻ മുട്ടുകുത്തി പറഞ്ഞു, ഇവർ ചെയ്യുന്ന ഇതെന്നറിയാം, അവന് ക്ഷമിക്കണം, എൻ്റെ ആത്മാവിനെ തൃക്കണ് പരമേൽപ്പിക്കുന്നു. അപ്പോൾ അവനൊരു സിംഹാസനം കണ്ടു. ഇതോ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. സാക്ഷാൽ അപ്പോസ്തലൻ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ. അവൻ അയച്ചു എന്ന കാരണത്താൽ അവനാൽ അയക്കപ്പെട്ട എല്ലാവർക്കും അപ്പോസ്തലന്മാരെന്ന വാക്കുപയോഗിക്കാം. എന്നാൽ സഭയുടെ ശുശ്രൂഷകന്മാരായി പറയുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, നാലാമത് സുവിശേഷകർ, അഞ്ചാമത് ഇടയന്മാർ. 5 വിധത്തിലുള്ള ശുശ്രൂഷക വൃന്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അപ്പോസ്തലന്മാരുണ്ട്. ഈ അപ്പോസ്തലൻ അതിൽപ്പെടുന്നവനല്ല. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ദൈവത്തിൽ നിന്നും മനുഷ്യരുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട അപ്പോസ്തലൻ, മഹാപുരോഹിതൻ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് കൈയുയർത്തി പക്ഷവാദം ചെയ്യുന്നവൻ. അപ്പോസ്തലൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മനുഷ്യരുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടവൻ. മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് മനുഷ്യർക്ക് വേണ്ടി കൈയുയർത്തി നിന്ന് മധ്യസ്ഥ ഇണയ്ക്കുന്ന, പക്ഷവാദം ചെയ്യുന്ന മഹാപുരോഹിതൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ, അടുത്ത വാക്ക്, അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. നോക്ക്. 3 പ്രാവശ്യം ആ വാക്ക് ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം. ഒന്നാമത്തത് എവിടെയാണ്? ശ്രദ്ധിച്ചു നോക്കാൻ. നോക്കാനല്ല പറഞ്ഞത്, ശ്രദ്ധിച്ചു നോക്കണം. ഈ വാക്ക് അക്കാലത്തെ ജ്യോതിശാസ്ത്ര ഗവേഷണം നടത്തുന്ന ആളുകൾ ഉപയോഗിച്ചൊരു വാക്കാണ്. ടെലസ്കോപ്പില്ല അക്കാലത്ത്, നല്ല കണ്ണാടിയോ ഉപകരണങ്ങളോ കണ്ടുപിടിച്ചിട്ടില്ല. നല്ല തെളിവുള്ള രാത്രിയിൽ നിലത്ത് മലർന്ന് കിടന്നുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ആകാശത്തെ നിരീക്ഷണം ചെയ്യുന്നത്, നക്ഷത്രങ്ങളെ നോക്കുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കൂട്ടത്തിൽ
ഒരാൾ കാണുന്നു അതിപ്രകാശമുള്ളൊരു നക്ഷത്രം. ആ നക്ഷത്രക്കൂട്ടങ്ങളുടെ അപ്പുറത്തുണ്ട്. ഞാൻ കണ്ടത് അതിപ്രകാശമുള്ളൊരു നക്ഷത്രം അപ്പുറത്തുണ്ട്. അപ്പോൾ മറ്റവൻ ചോദിക്കുന്നത് എവിടെ? അപ്പോൾ ഇയാൾ പറയും ശ്രദ്ധിച്ച് നോക്കാം, നീ ശ്രദ്ധിച്ച് നോക്ക. ആ വാക്കാണ് എഴുത്തുകാരൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകളെ കാണുന്നുണ്ടല്ലോ, പക്ഷേ നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഏറ്റവും തേജസ്സുള്ളവൻ ആരാണ്? നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഏറ്റവും മഹത്വമുള്ളവൻ ആരാണ്? നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ഉന്നതൻ? നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുമ്പോൾ വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. സുവിശേഷം വായിക്കുന്ന പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞ്. യേശു വന്നപ്പോൾ മുഴുവൻ ആളുകളുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞു. ഈ ആരാധനാ സ്ഥലത്തുള്ള എല്ലാവരുടെയും കണ്ണ് ഇന്ന് പകൽ യേശുവിങ്കൽ പതിയണം. ഇവിടെ ഒരു പടവും വെച്ചിട്ടില്ല, ഇവിടെ ഒരു രൂപക്കൂട് സ്ഥാപിച്ചിട്ടില്ല, ഇവിടെ വേറെ അധികാരികൾ ആരും വന്നിട്ടില്ല, നേതാക്കന്മാരും ആരും ഇവിടെ ഇല്ല. ആരെയും നോക്കണ്ട. എന്തെല്ലാം ഉണ്ടെങ്കിലും നീ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഒരാളെ മാത്രം. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. പൗലോസ് എഴുതി, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ, ഏതും തോട്ടത്തിൽ പൈശാചിക സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത, അവിടെ വേറെ ആരെയും കൊണ്ടുവെക്കരുത്. യേശുവിൻ്റെ സ്ഥാനത്തിരിക്കാൻ ഒരാളുമില്ല, യേശുവിന് പകരം ഒരാളുമില്ല, യേശുവിനെ പോലെ ഒരാളുമില്ല, യേശുവിനേക്കാൾ കരുണയുള്ള ഒരാളുമില്ല, യേശുവിനേക്കാൾ മനസ്സിലുള്ള ഒരാളുമില്ല, യേശുവിനേക്കാൾ കൂടുതൽ നിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരാളുമില്ല. യേശു മനുഷ്യനല്ല, അവൻ ദൈവപുത്രനാണ്. അവൻ്റെ അമ്മ പറയുന്നത് കേൾക്കാനല്ല അവൻ ഇരിക്കുന്നത്, അവൻ അതിനേക്കാൾ വലിയ ദൈവമാണ്. അമ്മയെ സൃഷ്ടിച്ചത് അവനാണ്. അവൻ്റെ അപ്പൻ പറയുന്നത് അവൻ കേൾക്കും. ഏതപ്പനാ? സ്വർഗത്തിലെ അപ്പൻ. യോസഫ് പറയുന്ന കേൾക്കാനിരിക്കുകയല്ല, ഏതെങ്കിലും പുണ്യവാളന്മാർ പറയുന്ന കേൾക്കാനിരിക്കുകയല്ല, ഏതെങ്കിലും പാസ്റ്റർമാർ പറയുന്ന കേൾക്കാനിരിക്കുകയല്ല, ഏതെങ്കിലും പുരോഹിതന്മാർ പറയുന്ന കേൾക്കാനിരിക്കുകയല്ല. നീ ശ്രദ്ധിച്ച് നോക്കണത് ഒരാളെ മാത്രം, ഒറ്റയാളെ മാത്രം. അവനെ ശ്രദ്ധിച്ച് നോക്കുക. നിന്റെ കണ്ണുകൾ അവിടെയാകട്ടെ. യെരൂശലേമിലെ ദേവാലയത്തിലേക്ക് നീ നോക്കണ്ട, അവിടുത്തെ മഹാപുരോഹിതന്മാരെ നീ നോക്കണ്ട, ഗബ്രിയേൽ മീഖായേൽ പോലുള്ള ദൂതന്മാരെ നീ നോക്കണ്ട, യെശയ്യാ യെരമ്യാ മുതലായ പ്രവാചകന്മാരെ നീ നോക്കണ്ട. ഒരാളെ നോക്ക്. ആരെയാണ് നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. ഹൃദയത്തിൻ്റെ കണ്ണ് എപ്പോഴും അവിടെ ആയിരിക്കണം. ആദ്യം വിളിക്കുന്നത് അവനെ ആയിരിക്കണം. നിനക്ക് വിരോധമായി ശത്രുക്കൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, ക്രിമിനൽ കുറ്റം നിൻ്റെ വീട്ടിൽ നടത്തിയാൽ, മോഷണമോ മറ്റ് അതിക്രമം എന്തെങ്കിലും നടത്തിയാൽ, ആദ്യം ഓർക്കേണ്ടത് ആരെയാ? പോലീസ് സ്റ്റേഷൻ SI, സർക്കിൾ ഇൻസ്പെക്ടർ, DYSP. ആദ്യം ഓർക്കേണ്ടത് ആരെയാ? ഏറ്റവും ശക്തിയുള്ള വക്കീൽ അല്ല. നീ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഒരു സ്ഥലത്തേക്ക് മാത്രം. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. രോഗം വന്നു കലശലാകുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഡോക്ടറല്ല, ആശുപത്രിയല്ല. ആദ്യം ഓർക്കേണ്ടത് ഗിലെയാദിലെ സുഗന്ധ തൈലമായി വരുന്ന നല്ല വൈദ്യനെ. ജീവിതത്തിൽ എന്ത് പ്രശ്നവും വരുമ്പോൾ നീ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഒരാളെ മാത്രം, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ഏത് അവസരത്തിൽ നിനക്ക് നോക്കാം, ഏത് സന്ദർഭത്തിൽ നിനക്ക് നോക്കാം, ഏത് സാഹചര്യത്തിൽ നിനക്ക് നോക്കാം. എല്ലാം പ്രതികൂലമാകുമ്പോഴും അവനെ നോക്ക്. എല്ലാവരും തന്നെ നോട്ടം മാറ്റാൻ ശ്രമിക്കും, പക്ഷേ നീ പതറിപ്പോകരുത്. ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ടുപോകരുത്. ക്രിസ്തുവിനുള്ളതായ അതിവിശിഷ്ടമായ മറ്റാർക്കുമില്ലാത്ത
ഉന്നത സ്ഥാനം വേറെ ആരുമായിട്ടും നീ പങ്കുവയ്ക്കരുത്. ചിലർ ധരിക്കും നേർച്ച കൊടുത്തു വിട്ടേക്കാം, നമ്മൾ പോകുന്നില്ലെന്നല്ലേ ഉള്ളൂ. അവിടുത്തെ ഒരു കോപം ഇങ്ങോട്ട് വരണ്ട. പാമ്പ് വരും. അയ്യോ, ഇപ്പോഴേ ഞാൻ ഓർക്കുന്ന 3 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞതാ, 100 രൂപ ഇട്ടേക്കാവുന്ന കൊടുത്തില്ല, ഓർപ്പിക്കാൻ പാമ്പ് വന്നിരിക്കുന്നു. വെള്ളം താണ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നവർ കണ്ടു, ഇവിടുത്തെ ആ കയറി വീഴുന്ന മുറിയിലുള്ളതായ AC-യുടെ ആ സ്ട്രക്ചറിൻ്റെ മുകളിൽ ഇരിക്കുന്നു. നീളമുള്ള ഒരു സാധനം, പക്ഷെ ചേരയായിരുന്നു. ചേര അവരതിനെ ഓടിച്ചു വിട്ടു. മൂർഖനല്ല. അപ്പോൾ ഒന്നും കൊടുക്കാനില്ല. ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ വിടുന്നത് മൂർഖനെയാണ്. ഇതെല്ലാം പൈശാചികമായ തട്ടിപ്പുകളാണ്, പൈശാചികമായ ബന്ധനങ്ങളാണ്. നീ 1 രൂപ എടുത്ത നേർച്ചപാത്രത്തിൽ കിടുമ്പോൾ അതിൻ്റെ ബന്ധനം നിന്നെ കയറി പിടിച്ചെന്ന് നീ മറക്കരുത്. നീ പറയണം, ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല. വീട്ടിൽ പാത്രം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല, തരികയില്ല എന്ന് പറയാനുള്ള സാക്ഷ്യം നിൻ്റെ അകത്ത് വേണം. പറയാനുള്ള ധൈര്യം നിനക്ക് വേണം. വഴക്കിടേണ്ട കാര്യമില്ല, വഴക്കിടേണ്ട ആവശ്യമില്ല. പക്ഷേ നിൻ്റെ അകത്ത് അതിനുള്ള ഉറപ്പ് വേണം, അതിനുള്ള ധൈര്യം വേണം. കാരണം ശ്രദ്ധിച്ച് നോക്കാൻ ഒരിടമേ നമുക്കുള്ളൂ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. പ്രിയ കർത്താവേ, ഞങ്ങൾക്കത് വചനത്തിനായിട്ട് സ്തോത്രം. ആത്മീയത്തിൽ ഞങ്ങൾ പിന്മാറിപ്പോകാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മഹത്വം കാണുവാൻ, അവൻ്റെ മഹിമ ദർശിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ലോകമെങ്ങും പൗർഷൻ TV ചാനലിലൂടെ, യൂട്യൂബിലൂടെ ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും, എല്ലാ മനുഷ്യരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ മഹത്വം ദർശിപ്പാൻ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പരിശുദ്ധാത്മാവെ അവിടുന്ന് തുറക്കണമേ. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.